ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടോ, വരുമാനം കിട്ടുന്നില്ലേ, വാച്ച് അവർ കംപ്ലീറ്റ് ആയോ, എത്ര പൈസ കിട്ടുന്നുണ്ട്. കുറേ പേരുടെ വിചാരം നമുക്ക് കുറേ പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ഇപ്പം തന്നെ ഒക്കെയാണ് കേട്ടോ. പിന്നെ ചിലർ പുച്ഛിച്ച് തള്ളാറുണ്ട്, യൂട്യൂബിൽ വീഡിയോ എടുക്കല്ലേ, നയിക്കാതെ കിട്ടല്ലേ, ഇത് ഹലാലാവൂല ഹറാമെന്ന രീതിയിലും പറയണവരുണ്ട്. പക്ഷെ എന്നോട് ഇതുവരെ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ആരും. പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, യൂട്യൂബിൻ്റെ വരുമാനം ഹലാലല്ല ഹറാമാണെന്നൊക്കെ. എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പം അത് ഞാൻ നോക്കുന്നില്ല. നമ്മൾ മാന്യമായ രീതിയിലല്ലേ വീഡിയോ ചെയ്യുന്നതും ഇതാക്കുന്നതും. ശരിക്കും ഞാനും വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഒരിക്കൽ വരുമാനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആയിട്ടുണ്ട് കേട്ടോ. എന്നോ 6.5K ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് 1.7K ലോഡിംഗ് ആണ് കേട്ടോ. 1.7K ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വാച്ച് അവർ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആവും കേട്ടോ. പക്ഷേ ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതിനെ കൊണ്ട് എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ തുടക്കത്തിലുള്ള വൈറലായിട്ടുള്ള വീഡിയോസിനൊന്നും കുറേ ടൈമും ഇല്ല, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ശരിക്കും നമുക്ക് എല്ലാ വീഡിയോസും നമ്മൾ 15 മിനിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആവും. 4000 വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമ്മളത് 2000 വാച്ച് അവർ ഇപ്പോൾ ആയിട്ടുള്ളൂ. 4000 വാച്ച് അവർ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വീക്ക് ഫുള്ള് ഞാൻ പിന്നെ ഡെയിലി വീഡിയോസ് ഇടുന്നത്. അതുമാത്രമല്ല, പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ വൈഫൈ വെച്ചുകൊണ്ട് അപ്ലോഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതായി. കാരണം അപ്ലോഡ് ചെയ്യണ കുറേ സമയം എടുക്കുമായിരുന്നു. നമ്മുടെ ഫോണിൽ നെറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നെറ്റ് റീചാർജ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടുന്ന ദിവസങ്ങളിൽ. പിന്നെ ഇപ്പോൾ കുട്ടികളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലും കൂടെ ഉണ്ടല്ലോ, LSS ചെയ്യുന്നുണ്ട് മോള്. അപ്പം അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല ആക്ച്വലി. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ തവക്കൽത്തു അലല്ലാഹ് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ 1K ആയിട്ടില്ലെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടുക കേട്ടോ. ഡെയിലി വീഡിയോസ് ഇടുക. പിന്നെ ഡെയിലി വീഡിയോസ് ഇട്ടാൽ തന്നെ നമ്മുടെ ചാനൽ റീച്ച് ആവുള്ളൂ കേട്ടോ. അത് എനിക്ക് തന്നെ അനുഭവമുള്ള കാര്യമാണ്. എന്നും നമ്മൾ വീഡിയോ ഇടാതെ ഇരുന്നാൽ നമ്മുടെ ഈ ചാനലൊന്നും ആവാതെ അങ്ങനെ നിൽക്കുകയുള്ളൂ. പിന്നെ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അന്നേരം നമ്മുടെ വാച്ച് അവറും കംപ്ലീറ്റ് ആവും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും 1K പെട്ടെന്ന് ക്രോസ് ചെയ്യും കേട്ടോ. പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള കാര്യമായിരിക്കും. പ്രത്യേകിച്ച് വുമൺസിന്, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു താല്പര്യമുള്ള കാര്യമായിരിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കും അങ്ങനെ തന്നെയാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ ഓൺലൈനായി ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ചെറിയൊരു ഏണിങ്സൊക്കെ ഒരു മാസത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തിനാലും നമുക്കൊരു ധൈര്യമാണല്ലോ. ഇപ്പം ഭർത്താക്കന്മാർക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. പിന്നെ ഉണ്ടല്ലോ, ആര് എന്ത് പറഞ്ഞാലും പൈസ സ്നേഹമാണ് വലുത്, പൈസ രണ്ടാമതേ വരുന്നുള്ളൂ എന്ന് പറയും. സ്നേഹം ഉണ്ടാവണമെങ്കിലും വേണം നമുക്ക് പൈസ ഉള്ളിടത്ത് നല്ലൊരു ബന്ധവും ആഗ്രഹങ്ങളും എല്ലാം നടക്കുകയുള്ളൂ. രണ്ടും വേണം. പൈസയും വേണം, നമുക്ക് ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പൈസയും വേണം, സ്നേഹവും വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും, ആരൊക്കെ കൂടെ നിൽക്കില്ല എന്നൊക്കെ നമുക്ക് ഒരു പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമുക്ക് മനസ്സിലാവുക. ചിലപ്പം ഈ തന്ന ആൾക്കാർക്ക് ആരൊക്കെ നമ്മളെ സപ്പോസ് ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക എന്നുള്ള ഓർമ്മ ഓർക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ കിട്ടി നമുക്ക് ആ പൈസ കൊണ്ടൊന്നും ആയിട്ടുണ്ടാവില്ല, നമുക്ക് എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം ഏതൊരാളായാലും
സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു എന്താ പറയുക ഒരു ധൈര്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെയും പടച്ചവൻ ദൈവം അസുഖങ്ങളൊന്നും തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഈ സമയത്ത്. കാരണം അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കാതിരുന്നാൽ തന്നെ, അസുഖങ്ങളില്ലാഞ്ഞാൽ തന്നെ നമ്മൾ സമ്പന്നരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അസുഖങ്ങളില്ലാതിരിക്കട്ടെ എല്ലാവർക്കും. പിന്നെ അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവരും യൂട്യൂബ് ചാനൽ ഉള്ളവരൊക്കെ ദിവസേന വീഡിയോ ഇടുക. എനിക്കെന്തായാലും ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയിട്ടില്ല, കിട്ടുമെന്ന് അടുത്തിടെ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.